പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം. ഇന്ന് വചന ചിന്തയ്ക്ക് ആധാരമായി 25-ാം സങ്കീർത്തനം 6-ാം വാക്യം വായിക്കാം. സാംസ് ചാപ്റ്റർ 25 വേഴ്സ് 6. യഹോവേ, നിൻ്റെ കരുണയും ദയയും ഓർക്കേണമേ, അവ പണ്ടേ ഉള്ളവയല്ലോ. ഇതൊരു ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് അതിൻ്റെ ഹെഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നേരുള്ളവൻ കാണിക്കുന്ന നേർവഴിയെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. യഹോവേ, നിൻ്റെ കരുണയും ദയയും ഓർക്കേണമേ, അവ പണ്ടേ ഉള്ളവയല്ലോ. സ്തോത്രം. ദൈവത്തിൻ്റെ കരുണയും ദയയും ഓർക്കണമേ. 6-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. ക്ഷമയ്ക്കും സംരക്ഷണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് കരുണ, ദയ. അത് ഓർക്കണമേ എന്നപേക്ഷിക്കുകയാണ്. നമ്മുടെ യാതൊരു നന്മയും ഓർത്താൽ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് നീതി ലഭിക്കുകയില്ല. കാരണം നമ്മെ ഓർക്കുമ്പോൾ നമ്മളെക്കാൾ അധികം തിന്മയാണ് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവം നമ്മോട് കരുണ കാണിക്കണമെങ്കിൽ നമ്മുടെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കരുണയും ദയയുമാണ് ഓർക്കേണ്ടത്. അത് പണ്ടേ ഉള്ളതല്ലോ എന്ന വചനത്തിൽ കൂടെ വളരെ വ്യക്തമായി നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. 26:7 പറയുന്നു, എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെ ഓർക്കരുതേ. സ്തോത്രം. നാം സമ്മതിച്ചാലും ഇല്ലേലും നാം ബാല്യം മുതലേ പാപത്തിലാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുക്കുവാൻ സാധിക്കാതെ ധാരാളമായിട്ടുള്ള പാപമാലിന്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. കർത്താവിൻ്റെ കൃപപ്രകാരം ദയനിമിത്തം നമ്മെ ഓർത്തതുകൊണ്ടാണ് നാം ഇപ്പോഴും ദൈവസന്നിധിയിൽ നിലനിന്ന് പോകുന്നത്. നമ്മുടെ ഒരു ശ്രേഷ്ഠതയോ കുടുംബ മഹിമകളോ ഒന്നും നോക്കിയിട്ടല്ല. നിൻ്റെ കൃപപ്രകാരം നിൻ്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. ഇതെപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അങ്ങയുടെ കൃപപ്രകാരം അങ്ങയുടെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എത്ര ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ കരുണയാണ്, കർത്താവിൻ്റെ ദയയാണ് നാം നിലനിൽക്കുന്നത്. കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. യഹോവ നല്ലവനാണ്, കർത്താവ് നേരുള്ളവനാണ്, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. പാപികളെ നേർവഴി കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. യഥാർത്ഥ ദൈവം, സർവശക്തിയുള്ള ദൈവം. സ്തോത്രം. സർവജ്ഞാനിയായ, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ, സർവസൃഷ്ടിയുടെ ഉടമസ്ഥനായ ദൈവം നമ്മോട് കരുണ കാണിക്കുന്ന ദൈവവും കൂടെയാണ്. യഹോവ നല്ലവനും നേരുള്ളവനുമാണ്. അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. സ്തോത്രം. എത്ര പാപിയായിരുന്നാലും അവന് രക്ഷപ്പെടുവാൻ ഒരു വഴിയും ഒരവസരവും ദൈവം ഒരുക്കി കൊടുക്കും. അവൻ പാപികളെ നേർവഴി കാണിക്കും. സ്തോത്രം. ആര് തന്നെ ആയിരുന്നാലും
പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാകാതെ പാപം ഇന്നതാ എന്ന് ബോധ്യം വന്നപ്പോൾ ദൈവസന്നിധിയിൽ അനുതപിച്ച് മടങ്ങി വന്നു കഴിഞ്ഞാൽ ദൈവം ആ പാപത്തെ ക്ഷമിച്ച്, സ്തോത്രം, ആ കരുണയുള്ള ദയയുള്ള ദൈവം നമ്മുടെ പാപക്കറകളെ വിശുദ്ധീകരിച്ച്, സ്തോത്രം, കർത്താവിൻ്റെ മകനാകുവാൻ, കർത്താവിൻ്റെ മകളാകുവാൻ ദൈവം അവസരം നമുക്ക് നൽകും. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ടവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. അതെ, ഇങ്ങനെ ആ വചനം നാം മനസ്സിലാക്കണം. ഏതൊരു വ്യക്തിയായിക്കൊള്ളട്ടെ, ദൈവം നമുക്ക് അവസരങ്ങൾ തരുന്ന അവസരങ്ങൾ, സ്തോത്രം, പാഴാക്കി കളയാതെ നാം നമ്മിൽ തന്നെ നോക്കി എന്തൊക്കെ കുറവുകളാണോ നമ്മുടെ ജീവിതത്തിൽ വന്നത് അത് ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരുമെങ്കിൽ, ഹല്ലേലൂയ, കരുണയുള്ള ദയയുള്ള ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനിടയാകും. സ്തോത്രം, അവൻ നീതിയുള്ളവനാണ്, യഹോവ നല്ലവനാണ്, നേരുള്ള ദൈവമാണ്. സ്തോത്രം, കർത്താവിൻ്റെ സന്നിധിയിൽ സത്യത്തിന് വേണ്ടി നിലനിന്നുകൊണ്ട്, വചനപ്രകാരം ജീവിച്ചുകൊണ്ട്, നീതിയുടെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട്, വിശുദ്ധിയോടെ, വേർപാടോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം ഇന്നു പകൽക്കാലം സഹായിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ, വേർപാടോടെ, സ്തോത്രം, നിൽക്കുന്ന ഒരു വ്യക്തിയുടെയും പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കത്തില്ല. ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ഈ സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു: യഹോവേ, നിന്നിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു, എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ, എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. സ്തോത്രം, നിന്നെ കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. സ്തോത്രം, വളരെ വ്യക്തമായി വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: യഹോവേ, നിൻ്റെ വഴികൾ എന്നെ അറിയിക്കണമേ, നിൻ്റെ പാതകൾ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഇന്ന് പകൽക്കാലം ആർക്കൊക്കെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും? കർത്താവേ, അങ്ങയുടെ വഴി മതി കർത്താവേ, അങ്ങേ ഹല്ലേലൂയ, അങ്ങയുടെ വഴികളെ എന്നെ അറിയിക്കണമേ എന്ന്, ഹല്ലേലൂയ, നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ എന്ന്, അങ്ങയുടെ സത്യത്തിൽ സത്യത്തെ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ എന്ന് ആർക്കൊക്കെ ഇന്നു പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ സാധിക്കും? ഇതുവരെയും പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കർത്താവ് പറഞ്ഞു വചനമനുസരിച്ച്, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കരുണയുള്ള ദയയുള്ള ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാനിടയാകും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നാം ഹല്ലേലൂയ ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ ഈ ലോകത്ത് ജീവിക്കുള്ളൂ. ഹല്ലേലൂയ, കർത്താവ് തരുന്ന ആയുസ് മുഴുവനും ക്രിസ്തുവിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട്, ഹല്ലേലൂയ, സത്യത്തിൽ നടന്ന്, ഹല്ലേലൂയ, നമ്മുടെ മനസ്സ് ക്രിസ്തുവിങ്കിൽ കൊടുത്തുകൊണ്ട്, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം സഹായിക്കട്ടെ. ആർക്കൊക്കെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കും? കർത്താവേ, ഇതുവരെ ഞാൻ ചിന്തിച്ച ആ ചിന്തയിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട്, ഹല്ലേലൂയ, ഞാൻ ചിന്തിച്ച വഴിയിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട്, എൻ്റെ കർത്താവേ, അങ്ങയുടെ വഴി എന്നെ അറിയിക്കണമേ, നിൻ്റെ പാതകൾ എനിക്ക് ഉപദേശിച്ചു തരണമേ കർത്താവേ, നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി, ഹല്ലേലൂയ, എന്നെ പഠിപ്പിക്കണമേ എന്ന്, ഹല്ലേലൂയ, ദിവസം മുഴുവനും, ഹല്ലേലൂയ, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച ദാവീദിനെ പോലെ തൻ്റെ അനുഭവത്തിൽ കൂടെ താൻ പറയുന്നത് പോലെ ആർക്കൊക്കെ ദിവസം മുഴുവനും, ഒരു ദിവസവും 2 ദിവസവും അല്ല, പല പ്രതികൂലങ്ങൾ വരുമ്പോൾ ദിവസങ്ങൾ മാറ്റിവെച്ച് പിന്നെ പ്രാർത്ഥിക്കാമെന്നല്ല, ദൈനംദിന ജീവിതത്തിൽ ആർക്കൊക്കെ അത്, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, തീരുമാനമെടുത്ത് അടുത്തു വരുവാൻ സാധിക്കും? ആ വിഷയങ്ങളുടെ നടുവിൽ, ഹല്ലേലൂയ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനിടയാകും. ഹല്ലേലൂയ, നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നു, ദിവസം മുഴുവനും ഞാൻ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നു. യഹോവേ, നിൻ്റെ കരുണയും ദയയും ഓർക്കണമേ, അവ പണ്ടേ ഉള്ളവയല്ലോ. ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയജനമേ, പലപ്പോഴും
ഹല്ലേലൂയ, മനസ്സ് തകർന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ പലപ്പോഴും വിചാരിക്കും, ദൈവമേ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, എൻ്റെ ജീവിതത്തിൽ പൈശാചിക ശക്തി സന്തോഷിപ്പാൻ ഇടയാക്കല്ലേ എന്ന്. ഹല്ലേലൂയ, ഇതൊക്കെ നാം പ്രാർത്ഥിച്ചിട്ടും കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരുന്നിട്ടും ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ ആയിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നാം ഒരു കാര്യം ഓർക്കുക. നമ്മുടെ ഹിതമല്ല, നമ്മുടെ വഴിയല്ല, നമ്മുടെ പാതയല്ല, കർത്താവിന് വിട്ടുകൊടുത്ത് നീ പ്രാർത്ഥിക്കുമെങ്കിൽ വിഷയങ്ങളുടെ നടുവിൽ ഒരു ദൈവ പ്രവൃത്തിയുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.